നമുക്കിന്നൊരു സ്രാവ് കറി ഉണ്ടാക്കാനായിട്ട് ഞാനൊരു 1/2 കിലോ സ്രാവ് ചട്ടിയിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ അതിലേക്ക് ഒരു 1/2 സബോള, ഒരു 2 പച്ചമുളക്, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, കറിവേപ്പിൻ്റെ ഇല നുറുക്കിയിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി 1 ടീസ്പൂൺ മല്ലിപ്പൊടിയും, ഒരു 1.5 ടീസ്പൂൺ മുളക് പൊടി, ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടിയിട്ട് നന്നായി ഡ്രൈ റോസ്റ്റ് ചെയ്തതാണ് അതിലേക്ക് ഇട്ട് കൊടുക്കാം. പിന്നെ ആവശ്യത്തിന് കല്ലുപ്പിട്ട് കൊടുക്കാം. ഒരു 3 കുടപ്പുളി, അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കണം. ഇത് കൈ വെച്ച് തിരുമ്പി ആണെങ്കിലും നല്ലതാണ്. അപ്പോൾ ഞാൻ സ്പൂൺ കൊണ്ടാണ് കാണിക്കുന്നത്. അതുപോലെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി അതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള ഒരു തേങ്ങയുടെ 2ാം പാലാണ് കേട്ടത് ഒഴിച്ചു കൊടുക്കാം. നമുക്കിതൊന്ന് മൂടി വെച്ചിട്ട് വേവിച്ചെടുക്കാം. നമ്മുടെ മീൻ വെന്ത് വന്നിട്ടുണ്ട്. അതിലേക്ക് 1ാം പാൽ ഒഴിച്ച് കൊടുക്കാം. ഞാൻ നേരത്തെ ഉപ്പ് നോക്കിയപ്പോൾ ഇത്തിരി ഉപ്പ് കുറവുണ്ടായിരുന്നു, ഉപ്പിട്ട് കൊടുത്തു. പിന്നെ പുളിയുള്ള കാരണം കൊണ്ട് കുടപ്പുളിയൊന്ന് നീക്കി വെച്ചു കേട്ടോ. ഇനി ഒന്ന് തിളക്കട്ടെ. നമ്മുടെ മീൻ തിളച്ച് വന്നിട്ടുണ്ട്. 1ാം പാൽ ഒഴിച്ചിട്ട് അതിലേക്ക് ഞാൻ കുറച്ച് ചുവന്നുള്ളി വെളിച്ചെണ്ണ ഒഴിച്ച്, ചുവന്നുള്ളി അരിഞ്ഞിട്ട് കറിവേപ്പില മൂപ്പിച്ച്, ഇത്തിരി കാശ്മീരി ചില്ലി പൗഡറും കൂടി ഇട്ടിട്ട് മൂപ്പിച്ച് ഒഴിച്ചതാണ്. നമ്മുടെ അടിപൊളി ടേസ്റ്റായിട്ടുള്ള സ്രാവ് കറി റെഡി ആയിട്ടുണ്ട്. ഇതെല്ലാവരും ഉണ്ടാക്കി നോക്കണം. ഇഷ്ടപ്പെട്ട എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കരുതേ. അപ്പോൾ ഓക്കെ, ബൈ, താങ്ക് യു.